യേശുവില് ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മളുമായി പങ്കുവയ്ക്കുന്നത് ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി അന്വേഷിച്ച് കാത്തിരുന്ന് നമ്മുടെ അരികിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ അരികിലേക്ക് വരുന്നത് എന്നെ അനുഗ്രഹിക്കാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ ഈ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ ഒരു പ്രധാന കണ്ടീഷനുണ്ട്. ആ കണ്ടീഷനാണ്, ആ വ്യവസ്ഥയാണ് നമ്മൊന്ന് ധ്യാനിക്കുന്നത്. 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 9-ാം വാക്യം. വചന പ്രകാരമാണ്: തൻ്റെ മുമ്പിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിൽ ഉടനീളം പായുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്ക് പ്രിയമുള്ളവർ, കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ, കർത്താവിനിൽ പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു വ്യവസ്ഥയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? തമ്പുരാൻ്റെ മുന്നിൽ നിഷ്കളങ്കരായി നമ്മൾ ജീവിക്കണം. അങ്ങനെ നിഷ്കളങ്കരായി ജീവിച്ചാൽ ദൈവത്തിൻ്റെ വചനം ഇതാണ്: അവൻ്റെ ശക്തി വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കണ്ണുകൾ ഭൂമിയിലുടനീളം ഇങ്ങനെ പായുക ആണ്. പ്രിയമുള്ളവർ, ഞാൻ നിഷ്കളങ്കമായി ദൈവത്തോടൊപ്പം ജീവിക്കുമ്പോൾ കർത്താവിനെ അനുഗ്രഹിക്കും. ആ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിൽ എന്നെ അനുഗ്രഹിക്കും. എന്നാൽ ഞാൻ നിഷ്കളങ്കരായി ജീവിക്കുന്ന കാര്യം കർത്താവ് കാണും. അപ്പോൾ എന്ത് ചെയ്യും? കർത്താവിനെ നോക്കുമ്പോൾ നിഷ്കളങ്കമായി, സൗമ്യമായിട്ട്, പാപരഹിതമായി ജീവിക്കുന്ന വ്യക്തിയെ കാണുന്നു. അപ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. അപ്പോൾ പ്രിയമുള്ളവർ, ഇന്നത്തെ ദിവസം അങ്ങനെ തമ്പുരാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്നെ കാണണം. ഒക്കെ തമ്പുരാൻ അനുഗ്രഹം കിട്ടും. പ്രത്യേകിച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത് തമ്പുരാൻ കാണും. തമ്പുരാൻ്റെ വലിയ അനുഗ്രഹം കിട്ടുകയും ചെയ്യും. ഇത് കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ഹനാനിയ ദീർഘദർശി ആസാ രാജാവിന് പറഞ്ഞതാ. നിഷ്കളങ്കമായി ജീവിക്കാത്ത ആസാ രാജാവ് ആദ്യം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൽപ്പനയൊക്കെ പാലിച്ചുകൊണ്ട് ജീവിച്ച ആസാ രാജാവായിരുന്നു. പിന്നീട് എങ്ങനെയോ തിന്മ കടന്നു. പിന്നെന്ത് ചെയ്യും? അവൻ്റെ ആ ലാളിത്യവും ദൈവത്തിനെ ആശ്രയിക്കുന്ന അവസ്ഥയൊക്കെ മാറ്റി അവൻ്റെ ബുദ്ധിയിൽ അവൻ ആശ്രയിക്കുന്നു. ഒപ്പം തന്നെ ദൈവത്തെ ആശ്രയിക്കുന്ന പകരം മനുഷ്യരെ ആശ്രയിക്കുന്നു. പരാജയം സംഭവിച്ചു. പ്രിയമുള്ളവരെ, എങ്കിൽ ഇന്നത്തെ വചനം നമുക്ക് ധ്യാനിക്കാം, വചനം പ്രാർത്ഥിക്കാം. വചനത്തെ യോഗ്യതയാൽ ദൈവസന്നിധിയിൽ നിഷ്കളങ്കനായി ജീവിച്ചുകൊണ്ട് തമ്പുരാൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, പറയാൻ പോകുന്ന കാര്യങ്ങൾ, ഞാൻ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികൾ എല്ലാം ദൈവസന്നിധി സമർപ്പിക്കണം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ എന്തു ചെയ്യും? നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ദൈവസന്നിധി വ്യാപരിച്ചുകൊണ്ട് ഞാനത് ചെയ്യും. അപ്പോൾ കർത്താവ് എന്നെ സമർത്ഥമായി അനുഗ്രഹിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി പാപരഹിതമായി ആത്മാർത്ഥമായി നമുക്ക് ജീവിക്കാൻ ശ്രമിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെ ഉണ്ടാകും. ദൈവത്തെ ആശ്രയിക്കുക, വേറെ ആരെയും ആശ്രയിക്കരുത്. ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചോളൂ. സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അച്ഛൻ അൽത്താരയിൽ സമർപ്പിക്കാം. ഒപ്പം നിൻ്റെ നിഷ്കളങ്കമായ സ്വഭാവം ദൈവത്തിന് പ്രീതികരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.